നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പഴയ നടി ഷീലയുടെ ഒരു ആത്മകഥ വായിച്ചപ്പോൾ അതിൽ പറയുന്നുണ്ട്, ചെന്നൈയിൽ ആദ്യമായിട്ട് ലിഫ്റ്റ് വെച്ച വീട് എൻ്റെയാണെന്ന്. അത് എത്രയോ വർഷം മുമ്പാണെന്ന് ആലോചിക്കണം. കാരണം എനിക്ക് തോന്നുന്നു ഒരു 80s ആയിരിക്കും അവർ ആ വീട് വെച്ചത്. അതിനുശേഷം പക്ഷേ ഞാൻ മറ്റ് ഒരു വീട്ടിലും ലിഫ്റ്റ് കണ്ടിട്ടില്ല. അടുത്ത കാലത്താണ് വീണ്ടും കണ്ടു തുടങ്ങിയത്. അതായത് വീടുകളിൽ ലിഫ്റ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ കോട്ടയത്തെ വീടിൻ്റെ കാര്യമാണ്. അമ്മ ആണ് അവിടെ ജീവിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് അമ്മയൊക്കെ നടന്നു കയറാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല. പക്ഷേ ഒരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ അമ്മയൊക്കെ എപ്പോഴും പറയാറുണ്ട്. ആ ഒരു പ്രശ്നം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം വീടുകളിൽ വയ്ക്കാവുന്ന ലിഫ്റ്റുകൾ ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ ഗ്രാമത്തിൽ വീട് വെച്ചപ്പോൾ അതിൽ 2 ലിഫ്റ്റ് ഉണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അങ്ങനെ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹൗസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യമായിട്ട് ഹൗസ് ലിഫ്റ്റിനെ പറ്റി ഒരു വീഡിയോ ചെയ്തത് ഞാനായിരിക്കും. അത് 1 വർഷത്തിലേറെയായി. നിബവ് എന്നൊരു കമ്പനിയുടെ ലിഫ്റ്റിനെ പറ്റിയാണ് ഞാനൊന്ന് വീഡിയോ ചെയ്തത്. അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നു 5 ലക്ഷം വ്യൂവോളം ആ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിബവിൻ്റെ ചെന്നൈയിലെ ഓഫീസിലാണ്. ഓഫീസും ഇത് ഒരു ഷോറൂം പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. നിബവ് ഹോം ലിഫ്റ്റ് എന്ന് പറയുന്ന ഈ കമ്പനിയുടെ വീഡിയോ തന്നെയാണ് ഞാനന്ന് ചെയ്തത്. ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇവരുടെ ചില പുതിയ പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുത്താനാണ്. ഏറ്റവും പുതിയ ഒരു പ്രൊഡക്റ്റാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്നത്. കൂടാതെ മറ്റൊരു പ്രൊഡക്റ്റ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ ഹോം ലിഫ്റ്റുകൾ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പണ്ടൊക്കെ ഒരു ലിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ലിഫ്റ്റുകൾ നമുക്ക് വാങ്ങിക്കാവുന്ന അവസ്ഥയായിട്ടുണ്ട്. കൂടാതെ EMI ഫെസിലിറ്റി, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ ലിഫ്റ്റുകളാണ് ഇപ്പോൾ ഉള്ളത്, അത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിബവിൽ നിന്നും ഒരാളെ ഞാനിങ്ങനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നമസ്കാരം അരുൺ. ഹായ് സർ, നമസ്കാരം. ഈ നിബവ് ഞാനിപ്പോൾ ഇന്നലെ ഈ ഓഫീസിൽ വന്നപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലാണ് ഈ ഓഫീസെങ്കിലും ധാരാളം മലയാളികളെ കണ്ടു. ഇഷ്ടംപോലെ അല്ലേ? നമ്മുടെ ഏറ്റവും അധികം ലിഫ്റ്റുകൾ വിൽക്കുന്നത് തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ? ഇവിടെയാണ്, ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2019 നിബവ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ തന്നെ 3000-ഓളം ലിഫ്റ്റുകൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മളെവിടെ ഈ എൻ്റെ വളരെ പ്രീമിയം ആയിട്ടുള്ള ലിഫ്റ്റുകൾ കാണുന്ന ഒരു പേര് കാണും, തൈസൺ കുറുപ്പെന്ന് അല്ലേ? ഞാൻ എപ്പോഴും ഒരു കുറുപ്പാണല്ലോ അത് തുടങ്ങിയത്. പക്ഷേ ജർമ്മൻ കമ്പനിയാണ് അല്ലേ? ഇറ്റാലിയൻ കമ്പനി. അവരുമായിട്ട് ടൈപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ലിഫ്റ്റിനെ പറ്റി നമുക്ക് ഇപ്പോൾ പറയാം. എങ്കിലും ഇപ്പോൾ നമുക്ക് പറയേണ്ടത് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന 3 ലിഫ്റ്റുകളാണ്. അപ്പം നമ്മളന്ന് കൊച്ചി വെച്ച് ചെയ്ത സീരീസ് 2 അന്ന് ചെയ്തിട്ടുണ്ടായിരുന്ന സീരീസ് 2 ആയിരുന്നു. സോ ഇപ്പോൾ നമുക്ക് സീരീസ് 3 ആൻഡ് സീരീസ് 4 ആൻഡ് സീരീസ് 4 മാക്സ് എന്ന് പറയുമ്പോൾ ആൾ കൂടുതൽ കയറുന്നതായിരിക്കും. അതെ, വലിയ മോഡലാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വാക്വം ലിഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളാണ്. ഓ ശരി. ഓഹോ, അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇതാണ് ഇപ്പോൾ സീരീസ് 3 എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കറന്റ്ലി സീരീസ് 3 എന്ന് പറയുന്നത്. അപ്പം 2 നിർത്തിയിട്ട് വന്നത് 3 ആണ്. അപ്പം എന്താണ് 2-ൽ നിന്ന് ഇപ്പം നമ്മുടെ കുറേ വ്യൂവേഴ്സ് ഇപ്പോൾ അന്ന് 2-ന്റെ വീഡിയോ കണ്ടവരാണ്. അതിൽ നിന്നും പെട്ടെന്നൊരു മാറ്റം ഇതിലെന്താണ് അഡീഷണൽ ആയിട്ട് പറയുന്നത്? സോ 2-ലും 3-ലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന മേജർ വ്യത്യാസം എന്ന് പറയുന്നത് സേഫ്റ്റി പാരാമീറ്റേഴ്സും അതിൻ്റെ പെർഫോമൻസും ആണ്. സോ ഫോർ എക്സാമ്പിൾ സീരീസ് 2-ൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന വാക്വം സീലൻ്റ് എന്ന് പറയുന്നത് ഒരു നോർമൽ മെറ്റീരിയൽ ആയിരുന്നു. സർ അന്ന് കണ്ടിട്ടുണ്ടാകും, കുറച്ച് കട്ടി കൂടിയ ഒരു മെറ്റീരിയൽ ആയിരിക്കും സർ കണ്ടിരിക്കുന്നത്. സോ ഇത് വന്നപ്പോഴേക്കും കാർബൺ ഫാബ്രിക് ആയിട്ട് മാറിയിട്ട് കുറച്ചും കൂടി ലൈഫ് കൂടുതലുള്ള ഒരു മെറ്റീരിയലിലേക്കായി. ഈവൻ പെർഫോമൻസും നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എസ്തെറ്റിക്കൽ നോക്കുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ചേഞ്ചസ് ആണെങ്കിൽ പോലും ലൈക്ക് ഇപ്പം ഇതിൽ സ്ക്രൂസ് ഒന്നും വിസിബിൾ ആയിരിക്കില്ല. സർ അന്ന് ചെയ്തതിൽ എല്ലാത്തിലും സ്ക്രൂസ് വിസിബിൾ ആയിരിക്കും. ഇത് സ്ക്രൂസ് ഒന്നും വിസിബിൾ ആവാത്ത വളരെ എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ആൻഡ് സേഫ്റ്റിയിലാണ് കൂടുതലും വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്ക് നിലവിൽ 4 രീതിയിലാണ് നമ്മൾ 4 layers ഓഫ് സേഫ്റ്റി എന്നാണ് പറയുക. അതിൽ ഒന്ന് ഷുവർ സ്റ്റോപ്പ് എന്ന് പറയും. ലിഫ്റ്റ് താഴേക്ക് വരുന്ന സമയത്ത് നോർമൽ ലിഫ്റ്റ് എപ്പോഴും താഴേക്ക് വരുമ്പോൾ ചില സമയത്ത് ഒരു സഡൻ ലാൻഡിങ് ഉണ്ടാവാറുണ്ട്. ഇതിൽ അങ്ങനെയില്ല. താഴെ എത്തി ഒരു 2 inches മുന്നിൽ വെച്ച് ലിഫ്റ്റ് പതിയെ ഒന്ന് സ്ലോ ഡൗൺ ആയിട്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ് മാത്രമേ ഇതിലുണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ഫ്ലോറിലേക്ക് എത്തുന്നതിന് മുന്നേ ലെറ്റ്സ് നമ്മൾ അറിയാതെ ഡോർ തുറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡോസസ് ലോക്ക് ആവും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് താഴെ അകത്തൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളർ സ്വിച്ച് കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലിഫ്റ്റിന് പുറത്തും ഒരു സ്വിച്ച് ഉണ്ട്. അത് എമർജൻസി ലാൻഡിംഗ് സ്വിച്ച് ആണ്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പാനിക് ആകില്ല, ഇല്ല ഒരിക്കലും. ആൻഡ് ഇത് ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് ഒരിക്കലും ആ ഒരു ക്ലസ്ട്രോഫോബിക് ഫീൽ ഉണ്ടാവില്ല നമുക്ക്. അതിലുപരി ലിഫ്റ്റ് ഇപ്പോൾ ഒരു ലെറ്റ്സ് സേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വീടാവുമ്പോൾ ഒരിക്കലും നമ്മൾ വലിയൊരു പവർ ബാക്കപ്പ് ഒന്നും ചിലപ്പോൾ കൊടുത്തു എന്ന് വരില്ല. സോ കറണ്ട് പോകുന്ന സമയത്ത് ഒട്ടും പേടിക്കേണ്ട. ലിഫ്റ്റ് സ്ലോ ഡൗൺ ആയി പതിയെ താഴേക്ക് വന്ന് നമ്മൾ പുറത്തേക്ക് വരും. മേജർ അഡ്വാൻറ്റേജ് ആണ് നമ്മളുടെ ഈ ഒരു
മാനുവൽ മെക്കാനിക്കൽ ഡോർസ്. ഓട്ടോമേറ്റഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സേഫ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ എന്നെ പോലെ ഈ ക്ലസ്ട്രോഫോബിയ ഉള്ളവരൊക്കെ ആദ്യം ഇപ്പോൾ ഈ അരുൺ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്. കയറുന്നതിന് മുമ്പേ നമ്മൾ നോക്കും, ഇത് എമർജൻസി സ്റ്റോപ്പ് വന്നാൽ തുറക്കാൻ പറ്റുമോ, പെട്ടുപോകില്ലല്ലോ, അതുപോലെ നമുക്കായിട്ട് തുറക്കാൻ പറ്റുമോ, പിന്നെ എന്താ പറയുക ലിഫ്റ്റ് സ്വയമല്ലാതെ നമുക്ക് തുറക്കാൻ പറ്റും, അത്രയൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്നെ പോലുള്ളവർ ഇതിൽ കയറുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് പറഞ്ഞു വരികയാണെങ്കിൽ എത്ര ഫ്ലോർ വരെയുള്ള വീടുകൾക്കാണ് ഇത് പറ്റുന്നത്? നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നത് ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ മുകളിലേക്ക് 3 നിലകൾ, അതായത് G+3 വരെ ചെയ്യാൻ പറ്റും. 4 നില വീടെന്ന് പറയാം. തീർച്ചയായിട്ടും 4 നില വീടാകുമ്പോൾ ഇതിപ്പോൾ 2 നിലയുടെ ആണോ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ആൻഡ് ഫസ്റ്റ് ഫ്ലോർ. അപ്പോൾ അത്ര നീളത്തിൽ വാക്വം വരും അല്ലേ? എന്താണ് ഇതിൻ്റെ പ്രവർത്തന രീതി? എന്താണ് ഇത് വാക്വം ടെക്നോളജിയാണ്. സോ നമുക്ക് പുറത്ത് കാണുന്ന ഔട്ടർ ഷാഫ്റ്റ്, അകത്ത് ഇതിൻ്റെ ഇന്റേണൽ ക്യാബിന് മുകൾ ഭാഗത്തായിട്ടാണ് വാക്വം സീലൻഡ് വരുന്നത്. ആൻഡ് ഈ ഔട്ടർ ഷാഫ്റ്റിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് മോട്ടോ യൂണിറ്റ് ഉണ്ടാവും. ആൻഡ് ഇതൊരു സിറിഞ്ചിന്റെ ടെക്നോളജിയാണ്. സോ മുകളിൽ മോട്ടോഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഇതിനിടയിലുള്ള എയർ സക്ഷൻ ചെയ്ത് ഇന്റേണൽ ക്യാബിൻ മുകളിലേക്ക് പോവാണ്. അത് ഫ്ലോട്ടിംഗ് അല്ല, ആക്ച്വലി റെയിലിൽ കണക്റ്റഡ് ആണ്. സോ ഈ ക്യാബിൻ മുകളിലേക്ക് പോയിട്ട് ലാൻഡിംഗ് ലിവറിലായിരിക്കും ലാൻഡ് ചെയ്യുക. അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പം ലെറ്റ്സ് സേ ഇതൊരു ഫ്ലോർ ആണെന്ന് വിചാരിക്കുക, ലിഫ്റ്റ് മുകളിലേക്ക് വന്ന് ജസ്റ്റ് ഒരു 10 സെന്റിമീറ്റർ മുകളിലേക്ക് പോയിട്ട് ലാൻഡ് ചെയ്യുള്ളൂ. ഇത് ലാൻഡിംഗ് ലിവർ. അതെല്ലാം ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആണ്. അതുപോലെ മറ്റൊരു കാര്യമുള്ള, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ലിഫ്റ്റ് സ്ഥാപിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനൊന്നും പറ്റില്ല. ഇത് പക്ഷേ നമുക്ക് ഒരു വീട് പണിത് അത് വിൽക്കുകയാണെന്നിരിക്കട്ടെ, ഇതെടുത്ത് അതേപടി കൊണ്ട് അടുത്ത വീട്, അതായത് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നാണ് പറയേണ്ടത്. അതാണ് ഏറ്റവും വലിയ ഗുണം അല്ലേ? അപ്പോൾ ആകെ ചെയ്യേണ്ടി വരുന്നത് ആ ലിഫ്റ്റ് വെക്കുന്നത് നമ്മൾ ചെന്ന് ലാൻഡ് ചെയ്യുന്ന അവിടെ ഒന്ന് പൊട്ടിക്കണം, ആ ഫ്ലോറിൻ്റെ ഭാഗം. ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു വീട് പണി തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ ആർക്കിടെക്ട്സിന് ഓൾറെഡി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ചില വീടുകൾ, ഇപ്പോൾ നമ്മുടെ നാടുകളിലുള്ള വീടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വർഷം പഴക്കമുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ആ ഇതിന് വേണ്ട സ്പേസ്, ആ ഒരു 1 മീറ്റർ ആണ് ഇതിൻ്റെ സ്പേസ് എന്ന് പറയുന്നത്. അത് നമ്മൾ സർക്കുലറിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ഇൻസ്റ്റലേഷൻ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ബിക്കോസ് നമുക്ക് മേജർ സിവിൽ വർക്ക്സ് ഒന്നുമില്ല, 0 സിവിൽ വർക്ക്സ് ആണ് മെയിൻലി വരിക. ബിക്കോസ് താഴേക്ക് പിറ്റ് വേണ്ട, മെഷീൻ റൂംസ് വേണ്ട. ഈവൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പോലും ഇവിടെ ഒരു സ്ക്രൂ ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചിട്ടും ഉണ്ടാവില്ല. ഡയറക്ട്ലി ഓൺ ടോപ്പിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ അത് സേഫ് ആണോ അങ്ങനെ വരുമ്പോഴും? ഇതൊരു അതായത് ഒരു സെൽഫ് സപ്പോർട്ടിങ് സ്ട്രക്ചർ ആണ്. ഈ 4 റെയിൽസിൽ ഇതിന്റെ വെയിറ്റ് ബാലൻസ്ഡ് ആണ്. ഈവൻ ഇതൊരു 240 അല്ലെങ്കിൽ 210 kgs പോകുന്നതായതുകൊണ്ട് നമ്മൾ പുഷ് ചെയ്താലും പോവില്ല. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ സാധാരണ നമ്മൾ കാണുന്ന ലിഫ്റ്റുകളുടെ ഏറ്റവും മുകളിൽ വലിയ മെക്കാനിസം ഒക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ എത്ര വലിയൊരു മെക്കാനിസം ആണുള്ളത്? നമ്മൾ മോട്ടോ യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ വലിയ ആ ഒരു യൂണിറ്റ്സിന്റെ ആവശ്യമൊക്കെ ഇല്ലല്ലോ. സോ ഈ ഒരു മോട്ടോ യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വെയിറ്റ് എത്രയാണോ വെയിറ്റ് കപ്പാസിറ്റി വരുന്നത് അതിന് വേണ്ടിയിട്ടുള്ള യൂണിറ്റ്സ് മാത്രമേ മുകളിൽ. അപ്പോൾ അതും വീടിനകത്ത് തന്നെ ആയിരിക്കും, ഈ യൂണിറ്റിന്റെ ഭാഗമായിട്ട്. ഇപ്പൊ സാർ കാണുന്നില്ലേ, ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഉള്ളത് ഇത്രയേ ഉള്ളൂ. അതെ, അതായത് ഇത് കൂടുതലും കസ്റ്റമൈസ്ഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഹൈറ്റ്സ് എടുക്കുമ്പോൾ ജനറലി നമ്മുടെ നാട്ടിലൊക്കെ ഒരു 3 meters ആയിരിക്കും ഹൈറ്റ് വരുന്നുണ്ടാവുക. സോ നമുക്ക് ട്രാവൽ ഹൈറ്റ് എന്ന് പറയുന്നത് കൂടാതെ ഹെഡ് റൂം ഹൈറ്റ് വരും. ഏറ്റവും മുകളിലെ ഫ്ലോറിൻ്റെ ഹൈറ്റാണ് ഹെഡ് റൂം ഹൈറ്റ്. അത് 2.8 meters ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ചെയ്യാം. മുകളിൽ അറ്റാച്ച് ചെയ്യേണ്ട, ഹാങ് ചെയ്യേണ്ട, ഒന്നും ചെയ്യാതെ തന്നെ ചെയ്യാം. ആൻഡ് അതിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് വരും. നമുക്ക് ലെറ്റ്സ് സേ നമ്മുടെ വീടിന് കുറച്ച് ഹൈറ്റ് കുറവാണ്, അപ്പം നമുക്ക് റെഡ്യൂസ്ഡ് ഹെഡ് റൂം എന്ന് പറയുന്ന മോഡലുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് റെഡ്യൂസ്ഡ് സ്പ്ലിറ്റ് മോഡൽ എന്ന് പറയും. സ്പ്ലിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു AC മെക്കാനിസം പോലെയാണ്. അതായത് മോട്ടോ യൂണിറ്റ് പുറത്ത് വരും, ലിഫ്റ്റ് അകത്ത് വരും. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ. സോ നമ്മളുടെ ലിമിറ്റേഷൻസിനുള്ളിൽ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ശരി, നിങ്ങൾക്കിപ്പോൾ മോട്ടോ യൂണിറ്റ് വീടിനകത്ത് തന്നെ വെക്കണമെന്നുണ്ടെങ്കിൽ വെളിയിൽ വെച്ചിട്ട് ഈ ഒരു സ്ട്രക്ചർ മാത്രം ഉള്ളിൽ വെച്ചിട്ട് വേണം ഉപയോഗിക്കുക. അത് നിങ്ങളുടെ വീടിൻ്റെ എസ്തെറ്റിക്സും നിങ്ങളുടെ എസ്തെറ്റിക്സും അനുസരിച്ച് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴും എന്താ പറയുക ആലോചിക്കുന്നതിന് സേഫ്റ്റിയെ പറ്റി തന്നെ ആയിരിക്കും. കാരണം കുട്ടികൾക്ക് വന്നാൽ ലിഫ്റ്റ് കാണുമ്പോൾ രസമാണ്, അവർ ഞെക്കി മുകളോട് നാടും പൊക്കോണ്ടിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പം ഈ കുട്ടികളുടെ കാര്യത്തിൽ എത്രത്തോളം സേഫ് ആയത്? ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ചൈൽഡ് ലോക്ക് സിസ്റ്റം ഉണ്ട്. കയറി കളിക്കാതിരിക്കാൻ. അതെ, നമുക്ക് ഇവിടെ സാർ നോക്കിയാൽ അറിയാം, നമുക്ക് ഇത് ലിഫ്റ്റ് ഓഫ് ചെയ്ത് വയ്ക്കും. അകത്ത് ആ ഒരു സ്വിച്ച് ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ ഓഫ് ചെയ്ത് വയ്ക്കാം. തൊട്ട് താഴെ കാണുന്ന അലാം സിസ്റ്റം ആണ്. സോ ഓഫ് ആണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സേഫ്റ്റി എന്താണെന്ന് അറിയോ? ഇപ്പോൾ നോർമലി നമ്മളൊരു ലിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അകത്ത് ഓപ്പറേറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ചില ലിഫ്റ്റുകളൊക്കെ മുകളിലേക്ക് പോകുന്ന സാർ കണ്ടിട്ടുണ്ട്. ഇതൊരിക്കലും പോകില്ല. ആള് അകത്ത് വന്ന് ക്ലോസ് ചെയ്ത് ഡോറ് ക്ലോസ് ആയി എന്നുള്ള ഒരു മെസ്സേജ് വന്നതിന് ശേഷം മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. മാത്രമല്ല ഒരു വീടാകുമ്പോൾ കുട്ടികൾ ഇതിനകത്തുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അമ്മ അച്ഛനൊക്കെ അടുത്തുണ്ടാവും, ട്രാൻസ്പെറൻ്റ് ആണ്, യാതൊരു രീതിയിലുള്ള ആ ഒരു ഇഷ്യൂസ് ഒരിക്കലും വരുന്നുണ്ടാവില്ല.
അതുപോലെ ഇതിനകത്ത് ഇപ്പോൾ 2 പേർക്ക് എനിക്ക് 2-3 പേർക്കാണ് അല്ലേ ഏകദേശം നിൽക്കാവുന്നത്. കംഫർട്ടബിളി നമുക്ക് 2 പേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റാണ്. ലിഫ്റ്റ്. അപ്പോൾ ഈ ഒരു സൈസാണോ ഇതിൽ വരുന്നത്? അതെ, ഈ ഒരു എന്താ സീരീസ് 3-ൽ സീരീസ് 3-ലും സീരീസ് 4-ലും നമുക്ക് വരുന്ന ഡയമെൻഷൻ സെയിം ആണ്, 1 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ കസ്റ്റമൈസേഷൻ ഇതിപ്പം എനിക്ക് താല്പര്യമുള്ള ഒരു എക്സ്റ്റീരിയർ അല്ലെങ്കിൽ ഏത് തരത്തിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം? നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ. ഈ കാണുന്നതൊക്കെയാണോ കളേഴ്സ്? യെസ്, ഈ കളേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതെ അതെ, അതിനകത്ത് നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വളരെ ട്രെൻഡി ആയിട്ടുള്ള വീടൊക്കെയാണ്, പെയിൻ്റൊക്കെയാണ്, നമുക്ക് ഇത്തരത്തിലുള്ള കളേഴ്സ് എടുക്കാം. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്തരമൊക്കെ അധികം തമിഴ്നാട്ടിൻ്റെയൊക്കെ ഒരു രീതിയാണ്. ഇത്തരത്തിലുള്ള ഒരു എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെയൊക്കെ രീതിയായിരിക്കും. നമുക്കപ്പോൾ ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ രീതി? ഞാനിപ്പോൾ ഇത് കണ്ടു ഇഷ്ടപ്പെട്ടു, ഞാൻ എൻ്റെ വീട്ടിൽ വെക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെയാണ് അടുത്ത നടപടി എന്താണ്? സോ ഡെഫിനറ്റ്ലി ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ബുക്കിംഗ് പ്രോസസ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ബുക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബുക്കിങ്ങിന് വേണ്ടി തന്നെ നമുക്ക് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യലി ഡയറക്റ്റ്ലി ബുക്കിംഗ് ഓപ്ഷൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. സോ യൂഷ്വലി ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 90 ദിവസം, ഒരു 90 ഡേയ്സിനടുത്താണ്, 3 to 4 months ആണ് നമ്മുടെ പ്രൊഡക്ഷൻ പീരീഡ്. ഇത് കസ്റ്റമൈസ്ഡ് ആയതുകൊണ്ട്. സോ ഇനീഷ്യലി ഒരു കസ്റ്റമർ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ടെക്നിക്കൽ ടീം ആ പർട്ടിക്കുലർ പ്ലേസ് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഡ്രോയിങ്സ് എടുക്കുന്നു. ഡ്രോയിങ്സ് എടുത്തതിന് ശേഷം ഇത് പ്രൊഡക്ഷനിലേക്ക് മൂവ് ആവുന്നു. ദെൻ ഒരു 3 months പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ കസ്റ്റമറെ ഇൻഫോം ചെയ്യുന്നു. അതിനിടയിൽ കസ്റ്റമറുടെ പ്ലേസിൽ ഏതെങ്കിലും തരത്തിലുള്ള സിവിൽ വർക്ക്സ് ഉണ്ടെങ്കിൽ കസ്റ്റമർ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതിനുശേഷവും നമ്മൾ ഒന്നുകൂടി ഒരു വിസിറ്റ് നടത്തും, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആ സൈറ്റ് കംപ്ലീറ്റ്ലി റെഡി ആണോ എന്നുള്ളത്. വിസിറ്റ് ചെയ്തതിന് ശേഷം വിൽ ഡയറക്ട്ലി ഇൻസ്റ്റാൾ. ഇപ്പോൾ ഒരു G+1 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു മാക്സിമം 2 to 3 days ആണ് വേണ്ടി വരിക. G+2 ആണെങ്കിൽ 1 more day അഡീഷണൽ, അങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ വീട് വെക്കാൻ തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ അതിൻ്റെ എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം അത്തരം കാര്യങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിച്ചിട്ട് വേണം ഒരു ഫൈനൽ ബിൽഡിംഗ് ആരംഭിക്കാൻ? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നതും ഇപ്പം പ്ലാനിങ്ങിലെ തന്നെയാണ്. ഒരുപാട് ഇപ്പം ലിഫ്റ്റ് എല്ലാം സെറ് പറഞ്ഞ പോലെ തന്നെ സെറ് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രത്തോളം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തുടക്കത്തിലെ ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ആർക്കിടെക്ട്സുമായിട്ട് അല്ലെങ്കിൽ എഞ്ചിനീയറുമായിട്ട് സംസാരിച്ച് ഇതിൻ്റെ ഡയമെൻഷൻസ് എങ്ങനെയാണ് വരുന്നത്, ഏത് ലൊക്കേഷനിലേക്കായിരിക്കും അത് ചെയ്യേണ്ടി വരുന്നതെന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. പിന്നെ കൂടുതലും ആളുകൾ സിവിൽ വർക്ക്സ് ഒഴിവാക്കാനായിട്ട് സ്റ്റെയർസിന് നടുക്കൊക്കെ ചെയ്യും. റൗണ്ട് ഷേപ്പിൽ സ്റ്റെയർ പോകുമ്പോൾ അതിന് നടുക്കൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട്. അതാകുമ്പോൾ ഇടയ്ക്കാൻ ഇരുന്നോളൂ. അതെ 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 അതെ. അപ്പോൾ ഇനി അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ താമസിക്കുന്ന വീടാണെങ്കിൽ നിങ്ങളാണോ വന്നിട്ട് ഇത് എവിടെ ഇൻസ്റ്റാൾ ചെയ്യാന്നൊക്കെ കൃത്യമായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ചിരുന്നത്? അതെ അതെ. ഇപ്പോൾ ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് വീടാകുമ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ ഫീസിബിലിറ്റി സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വരും. അപ്പോൾ നമ്മൾ ഏതാണ് ആപ്റ്റായ ഒരു പ്ലേസ് എന്ന് നോക്കും. അതായത് താഴെയും മുകളിലും നമുക്കൊരു കോമൺ ഏരിയ വരുന്ന രീതിയിൽ വളരെ കുറച്ച് സിവിൽ വർക്ക്സ് വരുന്ന രീതിയിൽ നോക്കിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് മുകളിലൊരു കോൺക്രീറ്റ് സ്ലാബ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെറിയ ചെറിയ സിവിൽ വർക്ക്സുകൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ചില പോസ്റ്റേഴ്സ് കാണുന്നതിൽ പേ ആസ് ലോ ആസ് 39,999 എന്ന് കാണിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ശരിക്കും എത്ര രൂപയാണ് നമുക്ക് ഈ ലിഫ്റ്റിന് ഏകദേശമൊക്കെ വേണ്ടി വരുന്ന ഒരു റേറ്റ്? സോ നമ്മുടെ G+1 കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 12,89,000 പ്ലസ് ആക്ച്വൽസ് ആണ്. അതായത് എൻ്റെ GST, ട്രാൻസ്പോർട്ടേഷൻ, ഇൻസ്റ്റലേഷൻ ചാർജസ് ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇത് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 1 lakh rupees ആണ് ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. ബാക്കി വരുന്നത് അദ്ദേഹത്തിന് 12 മാസം തൊട്ട് ഏകദേശം 60 മാസം വരെ വരുന്ന EMI ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിൽ തന്നെ 12 മാസം എന്ന് പറയുന്നത് ഒരു നോ കോസ്റ്റ് EMI ഓപ്ഷനാണ്. നോ കോസ്റ്റ് EMI. അതെ. അത് ആരെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളാണോ അത് ഏതെങ്കിലും? നമുക്ക് പാർട്ട്നേഴ്സ് ഉണ്ട്. അതിന് ഒരുപാട് നേരം വേണ്ട, നമുക്കൊരു 1 ഡേയിനുള്ളിൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു വീട് വെക്കുന്ന സമയത്ത് ഈ വീട് തന്നെ തീർച്ചയായിട്ടും ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനുശേഷം ലിഫ്റ്റ് എന്നാൽ പിന്നെ ആകട്ടെ എന്ന് വിചാരിക്കേണ്ട. കാരണം 40,000 രൂപയൊക്കെ EMI കൊടുത്താൽ നിങ്ങൾക്ക് 5 വർഷമൊക്കെ നീളുന്ന EMI സ്കീമുകളൊക്കെ ഉണ്ട്. എന്നാൽ പലിശ കൊടുക്കേണ്ടാത്തവരാണെങ്കിൽ 1 വർഷം കൊണ്ട് വേണമെങ്കിലും കൊടുത്ത് തീർക്കാം അല്ലേ? അപ്പോൾ ഈ അന്ന് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഏറ്റവും അധികം ആൾക്കാർ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പം ഇത്തരത്തിലുള്ള ലിഫ്റ്റുകൾ എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരായിരിക്കും ഉപയോഗിക്കുന്നത്, പ്രത്യേകിച്ച് വീൽ ചെയറിലൊക്കെ ഉള്ളവർക്ക് മുകളിലെത്താൻ പറ്റാത്ത ലിഫ്റ്റാണല്ലോ ഇതെന്നൊക്കെ അന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ടു. ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പുതിയ സീരീസ് 4 മാക്സ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത് അല്ലേ? ഇതിൻ്റെ അത് സുഖമായിട്ട് വീൽ ചെയറിൽ ആൾക്ക് കയറാം, കൂട്ടത്തിൽ വേണമെങ്കിൽ 1-2 പേർക്ക് കയറാം. അത്തരം കാര്യങ്ങളെപ്പറ്റി കൂടുതൽ പറഞ്ഞുതരാൻ വേണ്ടി ജിതേഷ് എന്ന് പറയുന്ന മറ്റൊരാൾ ഇവിടെ ഉണ്ട്. എങ്കിലും ഇതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാനുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പം ഞാൻ നേരത്തെ ഒരു വാക്ക് പ്രയോഗിച്ചു, നിങ്ങൾക്കിത് ഒരു വീട് വിറ്റ് അടുത്ത വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ ലൈഫ് ലോങ് ആണ് ഇതിൻ്റെ ഒരു സംഭവം. ലൈഫ് ലോങ് നിൽക്കുമോ ഇത്? എന്താണ്? സോ ഇതിൻ്റെ മോട്ടോർ യൂണിറ്റിനും വാക്വം സ്കില്ലിനും ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി. ശരി. വാക്വം വെച്ചാൽ ഈ മെയിൻ സാധനം തന്നെ. അതെ. അതായത് ഇതിൻ്റെ മെറ്റീരിയൽസ് നോക്കുവാണെങ്കിൽ എന്താണ് ഈ മെറ്റീരിയൽ? ഇത് അൺബ്രേക്കബിൾ പോളികാർബണേറ്റ് ഗ്ലാസ് ആണ്.
ഇത് വരുന്നത് ഒരു ഹൈബ്രിഡ് മെറ്റീരിയലാണ്. റീഇൻഫോഴ്സ്ഡ് അലുമിനിയത്തിൻ്റെയും അതുപോലെ ഗാൽവനൈസ് സ്റ്റീലിൻ്റെയും കോമ്പിനേഷനിൽ വരുന്ന അലോയ് ആണ്. സോ ഈ രണ്ട് മെറ്റീരിയലും ഒരു ലൈഫുണ്ട്, അറൌണ്ട് 35 to 40 years എന്ന് പറയുന്ന ഒരു ലൈഫുണ്ട്. സോ മോട്ടർ യൂണിറ്റ് ആണെങ്കിലും വാക്വം സീലൻ്റ് ആണെങ്കിലും അതിനും ഒരു ലൈഫുണ്ട്. സോ വി ഗീവ് ലൈഫ് ടൈം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഫോർ മോട്ടർ യൂണിറ്റ് ആൻഡ് ദ വാക്വം സീലൻ്റ്. ആൻഡ് ഈ ഒരു മെറ്റീരിയൽ അങ്ങനെ സ്ക്രാച്ച് ആവില്ല അല്ലെങ്കിൽ പൊട്ടില്ല. ബേസിക്കലി നമ്മൾ സ്ക്രാച്ച് ചെയ്യാൻ നോക്കിയാൽ ഡെഫിനറ്റ്ലി യെസ്, പക്ഷേ അല്ലാതെ രീതിയിൽ സാർ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു രീതിയിലുള്ള ഒരു ഇഷ്യൂസും വരുന്നില്ല. അപ്പോൾ എല്ലാ തരത്തിലും സേഫാണ്, ലൈഫ് ലോങ്ങുമാണ്. അതായത് 10-12 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒരു ലിഫ്റ്റ് കിട്ടുകയാണെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് എങ്ങനെ, എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരുമോ, എങ്ങനെയാണ് ഇതിൻ്റെ? നമുക്ക് സർവീസ് വരുന്നത് വർഷത്തിൽ 6 months once ആണ് ഇതിൻ്റെ ഒരു സർവീസ് വരിക. കാരണം നോർമൽ ലിഫ്റ്റ് വെച്ച് നോക്കുമ്പോൾ പിറ്റോ മെഷീൻ റൂം അങ്ങനെയുള്ള സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സർവീസ് എപ്പോഴും കുറവായിരിക്കും. ലൂബ്രിക്കൻസ് ഒക്കെ കുറവ് വരുന്നുണ്ട്. സോ ഇതൊരു 6 മാസത്തിൽ ഒരിക്കൽ ഒരു നോർമൽ ചെക്കപ്പാണ് വരുന്നത്. അത് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സർവീസ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിൽ കം ഡൗൺ, അവർ എത്ര ട്രാവൽ ഹിസ്റ്ററി ആയിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന അധികം കേൾക്കാൻ പോകുന്ന മലയാളികളായിരിക്കും. നിങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ ചെന്നൈയിലാണ്, പക്ഷേ കൊച്ചിയിലൊരു ഓഫീസുണ്ട്, എനിക്കറിയാം, ഞാൻ വന്നതാണ്. പക്ഷേ കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് അതുമല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സർവീസിന് വിളിച്ചാൽ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് വരുന്നത് കോഴിക്കോട് നടക്കാവിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അവിടെയുണ്ട്. ദെൻ ഫോർട്ട് കൊച്ചിയിൽ ഓഫീസുണ്ട്. ട്രിവാൻഡ്രം കഴക്കൂട്ടത്ത് ഓഫീസ് വരുന്നുണ്ട്. കൂടാതെ കൊച്ചിയിൽ സെൻട്രൽ സ്ക്വയർ മാളിലാണ് ഇപ്പോഴത്തെ കറൻ്റ്ലി എക്സ്പീരിയൻസ് സെൻറ്റർ വരുന്നത്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വരുന്നത് ലുലു മോളിലാണ്. ഓ, ഇതൊക്കെ വരുന്നുണ്ട്. അതെ. ഇനി വീഡിയോ ഞാൻ ഇവിടെ വരേണ്ടി വരുമല്ലോ, അവിടെ ചെന്നാൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണോ കേരളം മുഴുവൻ കവർ ചെയ്ത് കഴിഞ്ഞു? ആ 3 സ്ഥലങ്ങളിലുണ്ടെങ്കിൽ തന്നെ കേരളം മുഴുവൻ കവറായി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ സംസാരിച്ചു തോന്നി. എനിക്കിനി ഇപ്പോൾ ആ കൂടുതൽ ആൾക്കാർക്ക് കയറാവുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സാധ്യത അതിനാണ് തോന്നുന്നത്. കാരണം ഈ വീൽ ചെയറിലൊക്കെ ഉള്ളവർക്ക് പോകാൻ പറ്റുന്ന ആ ലിഫ്റ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി ജിതേഷിനെ വിളിക്കാം. അതെ, ജിതേഷ് സാറിനെ വിളിക്കാം. അപ്പോൾ താങ്ക് യു അരുണേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ അരുൺ നമ്മളെ ജിതേഷിനെ ഏൽപ്പിച്ചിരിക്കണം. ഹായ് ജിതേഷ്. ജിതേഷ് മലയാളിയല്ല, പക്ഷേ ഞാൻ തമിഴ് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന തമിഴാണല്ലോ. ഇംഗ്ലീഷ് ആകുമ്പോൾ പലർക്കും മനസ്സിലാകാതെ പോയാലോ, അതുകൊണ്ട് നമ്മൾ തമിഴ് സംസാരിക്കും. ഞാനും തമിഴ് സംസാരിച്ച് നോക്കാം കേട്ടോ. സോ ഞങ്ങൾ ഇത് രണ്ടും ഞങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇത് സീരീസ് 4 ആണ് അല്ലേ? സീരീസ് 4ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു സാധനം വന്നതിൻ്റെ പോസ്റ്റർ ഞാനിവിടെ കണ്ടു. അതിലെനിക്ക് ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു കാര്യം 676 കസ്റ്റമൈസബിൾ എന്നാണ് പറയുന്നത് അല്ലേ? തന്നെയുമല്ല ലിഫ്റ്റ് വലിയ എന്താ പറയുക, ബിഗർ ദാൻ ഓൾ മോഡൽസ് അല്ലേ? അതാണ് നമ്മൾ അങ്ങേയറ്റത്ത് കാണുന്നത്. അത് വെച്ചാൽ ഇന്നാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് സീരീസ് 4 മാക്സ് എന്നാണ് ഈ ഒരു ലിഫ്റ്റിൻ്റെ പേര്. എന്തൊക്കെയാണ് വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? இப்போ நம்ம இந்த மாடல் பார்த்துக்கிட்டிங்கன்னா இது வந்து சீரீஸ் 4 ப்ரோ மேக்ஸ். ஆனால் இதில் இன்னொன்று ஒரு ஸ்பெஷாலிட்டினா இது நம்மளோட மிட் நைட் எடிஷன் சொல்லுவோம். இது வந்து இட்ஸ் a very exclusive edition made by Nebo, where only 100 units are made for the entire world itself. நம்மளுக்கு it's a very exclusive model that we are making. So the series 4 pro max எடுத்துக்கிட்டீங்கன்னா it's the most advanced, அதாவது நம்மளோட இப்போ elevated technologyல வேர்ல்ட்ல pneumatic system especially we are the most advanced technology, including AI எல்லாம் உள்ள நம்மளுக்கு சேர்த்து வரும். இந்த pro max மாடல் வந்து compared to the previous models that we have, pro max மாடல் கொஞ்சம் நல்ல பெருசா இருக்கும். ஏன்னா முக்கியமான விஷயம் கேட்டிங்கன்னா உள்ள வந்து വീൽ ചെയർ കമ്പാറ്റബിലിറ്റി നമ്മൾക്ക് കൊടുക്കുന്നതുകാണ്ടി we actually have. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വീൽ ചെയർ കയറാം, വീൽ ചെയറിൻ്റെ കൂടെ വേണമെങ്കിൽ 2 പേർക്ക് കൂടെ 2 பேர் கூட ஒரு ஆள் இருக்கு. ஸோ கம்ஃபர்டபுளாக வந்து ட்ராவல் பண்ணும்போது ஒரு 3 பேர் ட்ராவல் பண்ணலாம். நம்மளுக்கு வெயிட் கெப்பாசிட்டி டோட்டல் பேலோடுமே இன்க்ரீஸ் ஆயிருக்கு. நம்ம ப்ரீவியஸ் மாடல்ஸோட மேக்ஸை விட இது வந்து ஆல்மோஸ்ட் 250 kgs வரைக்கும் எடுத்துட்டு போறதுக்கு. ஸோ 3 பேர் கம்ஃபர்டபுளாக இருக்கலாம். വീൽ ചെയറോட ഒരു ആളുമേ ഉള്ള சேர்ந்துட்டு പോற மாதிரி ഒരു കംഫർട്ട് பண்ண முடியும். പിന്നെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതൊക്കെ കാർബൺ ഫൈബർ ഫിനിഷ് ആണല്ലോ? കറക്റ്റ് അല്ലേ? ஆமாம். இது வந்து நம்மளுக்கு ஃபினிஷஸ் வந்து ஆஸ் மென்ஷன் ப்ரீவியஸ்லி ஆல்சோ நம்மளுக்கு நிறைய மல்டிபிள் ஃபினிஷஸ் இருக்கு. அவுட் சைடில் கார்பன் ஃபைபர் ஃபினிஷஸும் இருக்கு.
இன்சைடில் நம்ம வந்து பேஸ் ஹைலைட் எல்லாம் மாற்றிக்கலாம். இந்த மிட் நைட் எடிஷன் ஸ்பெசிஃபிக்காக நம்ம டிசைனர் பண்ணனால அவுட் சைட் ஃபுல் கார்பன் ஃபினிஷஸ் வரும், கார்பன் ஃபைபர் வரும், இங்கே லெதர் ஃபினிஷஸ் வரும் நம்மளுக்கு ஹேண்டில் உள்ள கேபின்லேயுமே நம்மளுக்கு லெதர் அண்ட் வுட் ஃபினிஷஸ் வரும். And one of the major highlights of நம்ம லிஃப்ட் என்ன கேட்டிங்கன்னா especially இந்த midnight edition as it's an exclusive model உள்ள வந்து ஒரு midnight sky மாதிரி ஒரு 760 plus stars வந்து டிசைன் பண்ணியிருக்கோம். அந்த மாதிரி உள்ள பண்ணியிருக்கோம் ஒரு எக்ஸ்க்ளூசிவ். ஸோ ഇപ്പം midnight edition എനിക്ക് വേണ്ട, പക്ഷേ ഐ വോണ്ട് ലിഫ്റ്റ് ബിഗ് ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഈ മറ്റ് കളേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണോ? கண்டிப்பா. இப்போ நம்ம மற்ற கலர்ஸ் பார்த்தீங்கன்னா இது நம்ம பேசிக் கலர்ஸ் இப்போ இருக்கு. இது நம்ம சீரிஸ் 3யோட பேசிக் கலர்ஸ். இப்போ நம்ம சீரிஸ் 4 மேக்ஸும் சரி, சீரிஸ் 4 நார்மல் ஸ்டாண்டர்ட் மாடலும் சரி, நம்மளுக்கு மல்டிபிள் கலர்ஸ் வரும். நம்மளுக்கு வந்து மெட்டாலிக் கலர்ஸ் வரும், நம்மளுக்கு டெக்ஸ்சர்ட் கலர்ஸ் வரும், நம்மளுக்கு லிமிடெட் எடிஷன் கலர்ஸ் இருக்கு. அதை தவிர்த்து நம்ம ஸ்டாண்டர்ட் கலர்ஸ் லைக் பிளாக், ஒயிட் அந்த மாதிரி கலர்ஸ் வரும். உள்ள நீங்க பண்ற கஸ்டமைசேஷனே பார்த்துக்கிட்டீங்கன்னா நீங்க வுட் எடுத்துக்கலாம், கார்பன் எடுத்துக்கலாம், லெதர் எடுத்துக்கலாம். அண்ட் மோர் ஓவர் ஐ திங்க் ஆஸ் அருண் ராவஸ்ரீ மென்ஷன், நம்மளுக்கு இங்கே மேலே வந்து இருக்கிற லைட்ஸ் அண்ட் எவ்ரி திங் கலர் சேஞ்ச் பண்ணுறக்கூடிய കപ്പാസിറ്റിയുമേ உங்களுக்கு. അപ്പം ഞാനിത് വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്? AI വഴിയാണോ? ഇതിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നുള്ളത് എനിക്ക് കാണിച്ചു തരുന്നത് എങ്ങനെയാണ്? അതിൻ്റെ എല്ലാ ഓപ്ഷൻസ് വീഡിയോസ് കാണിക്കുമോ? വിച്ച് വൺ ഐ വോണ്ട് ടു സെലക്ട് എന്ന് ഞാൻ എനിക്ക് പല ഓപ്ഷൻസ് എങ്ങനെയാണ് കാണിക്കുന്നത്? நம்ம வெப்சைட்ஸில் பார்க்கலாம். அண்ட் நம்ம வேர்ல்டு வைட் வி ஹேவ் ஆல்மோஸ்ட் 80+ ஷோரூம் அண்ட் எக்ஸ்பீரியன்ஸ் சென்டர்ஸ் அவங்க எல்லாமே இருக்கு. நம்ம இந்தியாவிலுமே வி ஹேவ் ஸ்ட்ராங் பர்சன்ஸ். நம்ம கேரளாவில் எடுத்துக்கிட்டா கூட கேலிக்கட்டில் இருக்கோம், நம்ம கொச்சினில் இருக்கோம், ட்ரிவாண்ட்ரமில் ஆஃபீஸ் இருக்கும், அண்ட் மால்ஸ்லேயும் நம்ம வந்து வி ஆர் ஆக்சுவலி ப்ரெசென்ட். நம்ம வி ஹேவ் டெடிகேட்டட் ஹோம் எலிவேட்டர் எக்ஸ்பர்ட்ஸ் அரௌண்ட் த என்டையர் கண்ட்ரி அண்ட் அரௌண்ட் த குளோப் ஆல்சோ. அதை தவிர்த்து நம்ம வெப்சைட்லேயுமே நீங்கள் உள்ளே போய் உங்களுக்கு தேவையான கஸ்டமைசேஷன்ஸ் என்னவோ, என்ன கலர் வேணுமோ, என்ன மாடிஃபை பண்ணலாமோ, உங்களுக்கு லிஃப்ட் பார்க்குறதுக்கு முன்னாடி, பர்ச்சேஸ் பண்ணுறதுக்கு முன்னாடி உங்களோட ஸ்பெஷல் லிஃப்ட்டை நீங்கள் செஞ்சு பார்க்கக்கூடிய கெப்பாசிட்டி கூட நம்ம வெப்சைட்டில் பண்ண முடியும். അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഈ സീരീസ് 3 അതുപോലെ 4 ഇതിനൊക്കെ കൂടുതൽ എന്തെങ്കിലും സേഫ്റ്റി ഫീച്ചേഴ്സ് ഇതിനുണ്ടോ? நம்ம சீரிஸ் 4 மேக்ஸ்ல என்ன கேட்டிங்கன்னா ஒன் ஆஃப் த கீ சேஃப்டி ஃபீச்சர்ஸ் தட் வி ஃபேக்டர் என்ன பண்ணுறோம்னா, நம்ம வீல் சேர் கம்பேட்டபிள் அப்படின்னு இருக்கனால சம் சைஸிங் கொஞ்சம் வித்தியாசமாகவும் இருக்கும். இப்போ நம்ம பழைய சீரிஸ் 3 மாடல் அண்ட் சீரிஸ் 4 மாடலில் புதுசாக நம்ம சேஃப்டி என்ன பண்ணோம், முன்னாடி நமக்கு 4 லேயர்ஸ் ஆஃப் சேஃப்டி இருக்கும், இப்போ 6 லேயர்ஸ் ஆஃப் சேஃப்டி வரைக்கும் இன்க்ளூட் பண்ணிருக்கோம். ஒன் ஆஃப் த கீ சேஃப்டி என்னன்னு பார்த்தீங்கன்னா, நம்ம சீரிஸ் 4 மாடல்ஸில் உள்ள வந்து ஒரு கேபின் டோர் நம்மளுக்கு வரும். ஓகே. இந்த கேபின் டோர் வந்து உள்ள இருக்கிற ஆளுகளுக்கு மேற்கொண்டு ஒரு சேஃப்டி இருக்கிறதுக்காண்டி, கொஞ்சம் பெட்டரா ஒரு சேஃப்டி இருக்கிறதுக்காண்டி, யாருமே நம்மளுக்கு ஒரு வாலோட இன்ட்ராக்ட் பண்ணாமல் இருக்கிறதுக்காண்டி ஒரு எக்ஸ்ட்ரா சேஃப்டி கண்டி பண்ணியிருக்கோம். அதை தவிர்த்து ஒரு பெஸ்ட் விஷயம் என்னன்னு கேட்டிங்கன்னா, நம்மளோட நிபோ இவ்வளோ சோஃபார் இவ்வளோ தௌசண்ட்ஸ் அண்ட் தௌசண்ட் இன்ஸ்டலேஷனுக்கு அப்புறமே நம்மளுக்கு இன்கேஸ் ஒரு மேன் ட்ராப் ஏதோ இந்த சிச்சுவேஷன் இருந்தாலுமே வி ஹேவ் சம்திங் ஆல்சோ ரேபிட் ரெஸ்கியூ லேட்ச் which is very unique for Nebo. So worst comes to worst, ஒரு யூனிக் சினாரியோல ஏதாவது ஒரு கஸ்டமர் ட்ராப்பாக சிச்சுவேஷன் இருந்தாலுமே within a matter of minutes நம்ம கஸ்டமர்ஸை ரேபிட் ரெஸ்கியூ லேட்ச் மூலமா ரிமூவ் பண்ணி நம்ம சேஃப்டி அந்த கிளாஸ் ரிமூவ் பண்ணி வெளியே ரிட்ரீவ் பண்ணிக்கலாம். இது நம்ம மேக்ஸ்லேயுமே இருக்குது, சீரிஸ் 4லையுமே இருக்கு, அண்ட் ஆல் த மாடல்ஸ் நம்ம இப்போ இம்ப்ளிமெண்ட் பண்ணிட்டு வந்துட்டு இருக்கோம். இது ஸ்டாண்டர்ட் சேஃப்டி ப்ரோட்டோகால் ஃபார் Nebo. ഇതെന്താണ് വാട്ട് இஸ் திஸ் ஸ்க்ரீன்? எஸ், இப்போ நம்ம சீரிஸ் 4 ப்ரோ மாடல்ஸ்லையும் ப்ரோ மேக்ஸ் மாடல்ஸ்லையும் வி ஹேவ் ஒரு இன்ட்யூட்டிவ் டச் கண்ட்ரோல். இது ஜஸ்ட் ஒரு நார்மல் டச் கண்ட்ரோல் இல்லை. ஸோ நம்மளுக்கு லிஃப்ட் டிராவல் பண்ணுறப்போ நம்மளுக்கு கலர் மாறும். இப்போ டிராவல் பண்ணும்போது ஆரஞ்சாக மாறும், லிஃப்ட் லேண்ட் ஆனதுக்கப்புறம் க்ரீனாக மாறும், சும்மா இருக்கும்போது நம்மளுக்கு ஒரு ப்ளூ ஆரும் இருக்கிற மாதிரி நம்ம பண்ணுவோம். ஸோ ஒரு இன்ட்ராக்டிவ் டிஸ்பிளே. இதோட பெஸ்ட் இன்னொரு ஃபீச்சர் என்ன கேட்டிங்கன்னா, நீங்கள் உள்ளே இப்போ நம்மளுக்கு லிஃப்ட் நம்மளுக்கு உள்ளே இருக்கும்போது ட்ராவல் பண்ணும்போது என்ன பண்ணுறதோ நம்ம மொபைல் அப்ளிகேஷன் அப்படியே பார்க்கலாம். ஸோ சீரிஸ் 4 ப்ரோவில் ஃபஸ்ட் டைம் டிஜிட்டல் ட்வின் டெக்னாலஜின்னு ஒன்று கொண்டு வந்திருக்கோம். அந்த டிஜிட்டல் ட்வின் டெக்னாலஜி எப்படின்னு கேட்டிங்கன்னா, உள்ளே இருக்கிற லிஃப்ட்டை அப்படியே நம்ம கையில் மொபைல் ஃபோனில் கொண்டு வர மாதிரி. ஸோ நீங்கள் ஃபோன்லேயே ஆப்ரேட் பண்ணலாம். ஒரு கஸ்டமர் வாங்கினாங்கன்னா அப் டு 3 மொபைல் டிவைஸ் வரைக்கும் அது கனெக்ட் பண்ணி பண்ணுற மாதிரி நம்ம பண்ண முடியும். അപ്പോൾ എല്ലാം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കാറിൻ്റെ ഒക്കെ പോലുള്ള ഓപ്ഷൻസ് ആയി അല്ലേ, പുതിയ കാർസ്. ഓൾസോ മൂവിങ് റൈറ്റ്? ஆமா, இது மூவிங் தான், இது ஒரு கார் மாதிரி தான், பட் நம்ம காரோட இன்னும் பெட்டரா பண்ணக்கூடிய ஒரு கெப்பாசிட்டி நம்ம கொண்டு வந்துட்டு இருக்கோம். அண்ட் இந்த மிட்நைட் எடிஷனோட ஒன் ஆஃப் த கிரேட்டஸ்ட் ஸ்பெஷல் திங் பார்த்தீங்கன்னா, ஒரு ஸ்டாரி நைட் ஸ்கை, ஆக்சுவல் ஸ்கையை வந்து ரெப்ளிகேட் பண்ணுற மாதிரி ஒரு ஸ்டாரி நைட் ஸ்கை பண்ணியிருக்கோம். உள்ளே வந்து மேலே இண்டிவிஜுவலாக 760 ஃபைபர் ஆப்டிக் கேபிள்ஸ் மூலமாக கையிலே வச்சு செஞ்சு நம்ம ஒரு ஸ்டாரோட ஃபோட்டோ எடுத்து பண்ணியிருக்கோம். ஹேண்ட் கிராஃப்டட், கம்ப்ளீட்லி கஸ்டமைஸ்ட் ஹேண்ட் கிராஃப்டட் ஸ்டாரி லைட் சீலிங் நம்ம சீரிஸ் 3 ப்ரோ மேக்ஸ் மிட்நைட் எடிஷன். அண்ட் ஆஸ் ஐ மென்ஷன் நம்மளுக்கு ஒரு 100 யூனிட்ஸ் தான் இப்போ நம்ம வந்து எக்ஸ்க்ளூசிவாக மேனுஃபேக்சர் பண்ணுறோம். 100 கஸ்டமர்ஸ் குளோபலிக்கு மட்டும் நம்ம வந்து எக்ஸ்க்ளூசிவாக பண்ணுற மாதிரி. ஆம்பியன்ட் லைட்டிங். எக்ஸாக்ட்லி, நம்மளுக்குள்ள வந்து ஆம்பியன்ட் லைட்டிங் இருக்கும். அண்ட் நம்மளுக்கு
இது ஃபுல் டச் டிஸ்பிளே, நம்ம சிஓபி டிஸ்பிளே. இந்த சிஓபி டிஸ்பிளேல பார்த்துக்கிட்டிங்கன்னா இட்ஸ் ஒன் ஆஃப் த மோஸ்ட் பவர்ஃபுல் ப்ராசஸர்ஸ் இன் எலிவேட்டர். நம்மளுக்கு வந்து ஒரு எல்லா ஜெஸ்டர்ஸுமே சரி, ஏஏ ஜெஸ்டர்ஸ் அண்ட் எமர்ஜென்சிஸ்க்கு ஒன் ஆஃப் தி மோஸ்ட் யூஸ்ஃபுல் திங். ஒன் ஆஃப் தி முக்கியமான விஷயம், ஒரு எமர்ஜென்சி மாதிரி ஃபீச் ஆயிடுச்சுன்னா இது ஆட்டோமேட்டிக்காக லைவ் எஸ்ஓஎஸ்க்கு உள்ளே போய் ஒரு அலாரமும் போயிட்டு நம்மளுக்கு ஒரு காலும் வந்து ரெக்கார்டுமே ஆயிரும் நம்மளுக்கு எல்லாத்துக்குமே. அண்ட் மோர் இம்பார்ட்டன்ட்லி இங்கே பார்த்துக்கிட்டிங்கன்னா நம்மளுக்கு பாஸ்கோட் மாதிரி செட் பண்ணிக்கலாம். ஆல் தீஸ் திங்ஸ் நம்ம பாஸ்கோட் வேணா செட் பண்ணிக்கலாம். இது நம்மளுக்கு ஹேண்ட் ஜெஸ்டர்ஸும் இருக்கிற மாதிரி நம்மளுக்கு ஒரு ஃபீச்சர்ஸும் இருக்குது. இப்போ எடுத்துகிட்டு நம்ம வந்து யூஸ்வலாக இப்போ வந்து ஃபர்ஸ்ட்லேருந்து நம்ம வரோம். இப்போ ஒரு நம்ம உள்ள லிஃப்ட்டுக்குள்ளே வந்தோடனே ஐம் ஜஸ்ட் கம்மிங் இன் அண்ட் யூஸிங் திஸ் லிஃப்ட்னா, இப்போ நீங்கள் இருக்கீங்க ஒரு ஓல்ட் பீப்புளாக பட்டன் தேடுறதுக்கு பதிலாக நான் ஜஸ்ட் இப்படி 1 அப்படின்னு காமிச்சா lift will go to the first floor. So 2னு காமிச்சிங்கன்னா ஒரு செகண்ட் ஃப்ளோர் போகும், 3னு காமிச்சா ஒரு தேர்ட் ஃப்ளோர் போகும். ஜஸ்ட் உங்களுக்கு ஹேண்ட் ஜெஸ்டர்ஸ்லேயே ஒரு எலிவேட்டரை மூவ் பண்ணுற மாதிரி. இப்போ ஃபியூச்சரில் நம்ம எப்படி பண்ணலான்னு பார்க்குறோம்னா இந்த டெக்னாலஜி வச்சு மேற்கொண்டு பெட்டராக இம்ப்ரூவ் பண்ணி நம்ம ஒரு கஸ்டமர்ஸ்க்கு இன்னும் கஸ்டமைசபிளாகவும் பர்சனலைஸ்டாகவும் பண்ணுறதுக்காண்டி ஒரு கெப்பாசிட்டியோட ஃபஸ்ட் மூவ் தான் இந்த மாதிரி ஹேண்ட் ஜெஸ்டர்ஸ் மாதிரி நம்ம பண்ணுறது. அண்ட் நம்ம மற்ற சீரிஸ் போரில் பார்க்குற மாதிரியே இப்போ இந்த ப்ராடக்ட்டில் நம்மளுக்கு ஒரு ஹைலைட்னு ஒரு ஃபீச்சர் வரும். நம்ம இந்த கலருமே நீங்கள் எது வேணாலும் பண்ணிக்கலாம். இது லெதர் ஃபீச்சர் எது வேணாலும் பண்ணிக்கலாம். பட் மிட் நைட் எடிஷன் நம்ம ஸ்டாண்டர்டாக கொடுக்குறோம். எக்ஸ்க்ளூசிவ் பெஸ்ட் ஆஃப் த பெஸ்ட் வந்து மிட் நைட் எடிஷன் நம்ம ஸ்டாண்டர்டாக நம்ம கொடுக்குற மாதிரி பண்ணியிருக்கோம். അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണെന്ന് അരുൺ പറഞ്ഞു. ஸோ ஹவு மச் திஸ் கோஸ்? இந்த சீரிஸ் 4 மேக்ஸ் மாடல் எடுத்துக்கிட்டிங்கன்னா நம்மளுக்கு இப்போ கரண்ட் ஸ்டார்டிங் மாடல் 19 lakhs இருந்து ஆரம்பிச்சு போகிறோம். இந்த மிட் எடிஷன் கைண்ட் ஆஃப் எக்ஸ்க்ளூசிவ்க்கும் நான் சொன்ன மாதிரி ஒரு 100 யூனிட்ஸ் தான் பண்ணியிருக்கோம். பட் இந்தியாவில் வந்து வி ஆர் ஒர்க்கிங் ஆன் த ப்ரைசிங் அண்ட் அரௌண்ட் ஒரு 5 to 6 lakhs எக்ஸ்ட்ரா பண்ணுற மாதிரி நம்ம பண்ணுறோம். அண்ட் ப்ரோ மாடல்ஸ் வந்து இப்போ இருக்கிற நம்ம மேக்ஸ் ஆர் சீரிஸ் 4 விட ஒரு 30 to 40% கொஞ்சம் எக்ஸ்ட்ரா வர மாதிரி பண்ணுறோம். பட் ஆனால் வி ஹேவ் சம் கிரேட் எக்ஸைட்டிங் நியூஸ் ஃபார் த கஸ்டமர்ஸ். நம்ம எல்லா குளோபலுக்கு எல்லா கஸ்டமர்ஸ்க்கும் சரி, இன்னைக்கு லான்ச்சில் வந்து வி ஆர் ட்ரைங் டு மேக் சம் குட் நியூஸ் ஃபார் த கஸ்டமர் ஆல்சோ. மேபி கஸ்டமர்ஸ் கேன் വാച്ച് ഇറ്റ് ഓവർ. അതെ, മറ്റൊരു കാര്യമുള്ളത് ഇന്നിപ്പോൾ വലിയൊരു ലോഞ്ച് ഫംഗ്ഷനാണ്. ഇപ്പം ജിതേഷ് പറഞ്ഞല്ലോ, ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോഴേ ആലോചിച്ചത് എനിക്ക് ഈ തരത്തിലുള്ള ലിഫ്റ്റ് ഒന്നും വേണ്ട, എനിക്ക് സാധാ നോർമൽ ലിഫ്റ്റ് വേണമെങ്കിൽ നിബുവിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ലോഞ്ച് ചെയ്യുന്നത് നോർമൽ ലിഫ്റ്റാണ്. അതായത് ഇതുപോലെ എങ്ങനെ എന്താ പറയുക, റീപ്ലേസബിൾ ആയിട്ടുള്ള ലിഫ്റ്റൊന്നുമല്ല, നോർമൽ ലിഫ്റ്റ്. അതും പല വീടുകളിൽ ഇപ്പോൾ ഞാൻ അടുത്ത കാലത്ത് കണ്ട 1-2 വീടുകളിലൊക്കെ അങ്ങനെയുള്ള ലിഫ്റ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ടൈം യു ആർ കമ്മിങ് വിത്ത് திஸ் நார்மல் கைண்ட் ஆஃப் லிஃப்ட் அல்ல டுடே? ஆமாம், நம்மளோட சிஸ்டர் கன்சர்ன் ஆல்சோ நம்ம அதர் கம்பெனி வி ஹேவ் எலிட் எலிவேட்டர்ஸ். எலிட் எலிவேட்டர்ஸ் நம்ம வந்து இந்தியாவில், ஆஸ்திரேலியாவில், மலேசியாவில் நம்ம வி ஆர் எக்ஸ்க்ளூசிவ் எலிட் எலிவேட்டர்ஸ். நம்ம வி ஆர் டீலிங் லிஃப்ட்ஸ் ஃப்ரம் இட்டாலி. நம்ம டேரெக்டாக வந்து இம்போர்ட் பண்ணிட்டு இருக்கோம். ஒன் ஆஃப் த இந்தியாவில் லார்ஜஸ்ட் இம்போர்ட்டர் ஆஃப் இட்டாலியன் ஹோம் எலிவேட்டர்ஸ் நம்ம தான். பட் ஆனால் ஒரு புது கன்வென்ஷனலாக ஒரு ப்ராடக்ட் கொண்டு வரதுல வந்து we are launching our new product called as X300 and X300 Plus. இந்த ரெண்டு நியூ ப்ராடக்ட்ல என்னன்னு பார்த்தீங்கன்னா, ஒரு கன்வென்ஷனல் எலிவேட்டர் நீங்கள் கேட்ட மாதிரி ஒரு நார்மலான எலிவேட்டர் மாதிரி இருக்கும், பட் கம்ப்ளீட்லி அட்வான்ஸ்ட் எலிவேட்டர். அது ஒரு ஃபேமிலியாக இருக்கட்டும், ஒரு ஏரியாவாக இருக்கட்டும், அதில் இருக்க டிஃப்ரெண்ட் பீப்புளுக்காண்டி டிஃப்ரெண்ட் மோட்ஸோடு இருக்கிற எலிவேட்டர் அது. അതിൻ്റെ കപ്പാസിറ്റി എത്രയാ? എത്ര പേഴ്സൺസ് ടു? அதோட கெப்பாசிட்டி வந்து ஆல்மோஸ்ட் 440 kgs. அது வந்து அந்த எலிவேட்டரோட கெப்பாசிட்டி கன்வென்ஷனல் மாடல் அது 440 kgs வரைக்கும் நமக்கு தேவைப்படும். ദാറ്റ്സ് എ വെരി നോർമൽ തിങ്. ஆமாம், அது நார்மல் திங். அது കൺവെൻഷനൽ എലിവേറ്റർ பண்ணுறது. അപ്പോൾ ഈ പറഞ്ഞതല്ല, നിങ്ങൾക്കിപ്പോൾ അങ്ങനെയല്ല, ഈ ടൈപ്പ് സാധനങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്ക് വളരെ നോർമലായിട്ടുള്ള ലിഫ്റ്റ് വേണമെങ്കിൽ അതുണ്ട്. അതിലും പല ഓപ്ഷൻസ് ഉണ്ട്, അതിൽ കസ്റ്റമൈസ് ചെയ്യാം. തന്നെയല്ല അത് ഫുൾ വേണമെങ്കിൽ ഗ്ലാസ് ആക്കാം. അങ്ങനെ പല ഓപ്ഷൻസാണ് നിബവിലുള്ളത്. എന്തായാലും വളരെ സേഫായിട്ട് 10,000-3000 ഫാമിലികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൗസ് ലിഫ്റ്റ്. സോ ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ്, വാട്ട്സ് ദ ട്രെൻഡ് ഇതിൻ്റെ കാര്യത്തിൽ? അതായത് പീപ്പിൾ പ്രിഫർ ദിസ് കൈൻഡ് ഓഫ് ലിഫ്റ്റ്സ് ഓർ നോർമൽ കൈൻഡ് ഓഫ് ലിഫ്റ്റ്സ്? அது பீப்புள் இப்போ ஒரு நல்ல ட்ரெண்ட் என்ன பார்க்குறோம்னா, இப்போ எலிவேட்டர்ன்றது விஷயம் வந்து ஒரு லக்ஸரியிலேருந்து மூவ் ஆகிட்டு இருக்கிறது நாங்கள் பார்க்குறோம். நம்ம முன்னாடி வந்து ரொம்ப
100ல் 200ல் ஒரு வீட்டில் வந்து எலிவேட்டர் பார்க்குறோம். இப்போ நாங்கள் இங்கே மார்க்கெட்டில் பார்த்து thousands and thousands of customers are coming in. இப்போ நம்மளுக்கு எலிவேட்டர் வந்து ஒரு சாதாரண விஷயமா மாறிட்டு இருக்கு. நம்ம இந்த மாதிரி நிபவாவும் இருக்கட்டும் அதுவாகவும் இருக்கட்டும். நிபவோட ஒரு கிரேட்டஸ்ட் அட்வான்டேஜ் நம்மளுக்கு என்னன்னு கேட்டிங்கன்னா, ஒரு எக்ஸிஸ்டிங் ஹோம் ரெனோவேட் பண்ணுறேன் நான் புதுசாக பண்ணணும்னு ஆசைப்படுறவங்களுக்கு டக்குன்னு ஒரு அழகான விஷயமா நம்ம சீக்கிரம் பண்ணக்கூடிய ஒரு விஷயமாவும் இருக்குது நம்மளுக்கு. எலிட்டுமே அதே மாதிரி தான் நம்மளுக்கு, நம்ம எக்ஸ்டீரியர் அப்படி தான். ஸோ அது ஆனால் மோஸ்ட் ஓவர் நியூ கன்ஸ்ட்ரக்ஷன் அந்த மாதிரி பண்ணுறதுக்கு கொஞ்சம் பெனிஃபிஷியலாகவும் நம்மளுக்கு அந்த எலிவேட்டர்ஸ். பட் பெஸ்ட் அட்வான்டேஜ் இப்போ நம்மளே ஷாஃப்ட் கொடுக்கறனால, இதுலேயும் ஷாஃப்ட் இருக்கிறனால எக்ஸிஸ்டிங் ஹோம்ஸ் அண்ட் நியூ ஹோம்ஸ்க்கு ரெண்டுமே பெஸ்ட் பண்ணுறதுக்காண்டி இட்ஸ் ஆக்சுவலி குட். ஸோ நிறைய கஸ்டமர்ஸ் இப்போ வந்து எலிவேட்டர்ஸ் நோக்கி പോയിട്ട് இருக்காங்க അബ്സർവേഷൻ. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകിച്ച് കേരളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ മക്കളധികം കാനഡയിലും UK-ലും US-ലും ഒക്കെ ആയിരിക്കും. അച്ഛനമ്മമാർ മാത്രമേ ഉണ്ടാവുള്ളൂ വീട്ടിൽ. വീട് വലുതായിരിക്കും. മേൽഭാഗത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലോ ഒന്നും കയറുന്ന ഒരു രീതി പോലുമില്ല. ഇപ്പം മേൽഭാഗത്തൊരു വലിയ ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അച്ഛനും അമ്മയ്ക്കും മുകളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളൊരു കാര്യമാണിത്. കൂടാതെ ഈ വയ്യാത്ത രോഗികൾ, ഒരിക്കലും വീടിൻ്റെ 2ാം നില കണ്ടിട്ടില്ലാത്ത വീൽ ചെയറുള്ളവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ തീർച്ചയായിട്ടും വീട് മുഴുവൻ ചുറ്റി നടന്ന് വളരെ മൊബിലിറ്റി എന്ന് പറയുന്ന അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണിത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അതങ്ങനെ വലിയ കോസ്റ്റ്ലിയുമല്ല. നിങ്ങൾക്ക് അങ്ങനെ കോസ്റ്റ്ലിയാണ് തോന്നുന്നുണ്ടെങ്കിൽ പോലും അതിന് EMI ഓപ്ഷൻസ് പോലുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ശരിക്കും ഇപ്പം ജിതേഷ് പറഞ്ഞിട്ട് ശരിക്കും നമുക്ക് ഒരു കാറിൻ്റെ ഓപ്ഷൻസ് ആണെല്ലാം. ഇപ്പോൾ ഇക്കോ അതുപോലെ സ്പോർട്ട് മോഡുകളെന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു കാറിൻ്റെ ഓപ്ഷൻസൊക്കെയാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത്. ആ രീതിയിൽ ഏറ്റവും മോഡേൺ ആയിട്ട് മാറിയിരിക്കുകയാണിത്. പിന്നെ പണ്ടൊക്കെ നമ്മുടെ ഏറ്റവും വലിയ സേഫ്റ്റി കൺസേൺ എന്ന് പറയുന്നത് വീടുകളിൽ ലിഫ്റ്റ് വെച്ചാൽ എന്തെങ്കിലും തരം സ്റ്റക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളായിരുന്നു. ഇതൊന്നും ഒരിക്കലും സ്റ്റക്ക് ആകില്ല. നിങ്ങൾ ആക്കണം എന്ന് വിചാരിച്ചാൽ പോലും സ്റ്റക്ക് ആകാത്ത രീതിയിലുള്ള മോഡലുകളൊക്കെയാണ് ഇപ്പോൾ നിബോ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ വീടുകൾ പണിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, എക്സിസ്റ്റിംഗ് വീടുകളിലും ഇത്തരം ലിഫ്റ്റുകൾക്കുള്ള സാധ്യത വളരെയുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ ന്യൂ പ്രൊഡക്ട്സ്. താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയ പ്രൊഡക്ട്സ് ആകുമ്പോൾ വെൽക്കം. ഓക്കെ, കണ്ടിപ്പാ ഫോർ ന്യൂ വീഡിയോസ്. കണ്ടിപ്പാ. ഓക്കെ, താങ്ക് യു സോ മച്ച്.